ഇന്ന് നാം ലോകകപ്പ് ഫുട്ബോളിൽ നൽകുന്ന പ്രധാന പുരസ്കാരങ്ങളെ പറ്റിയാണ്. പലരും പറയുന്നു ഗോൾഡൻ ഫൂട്ട് എന്ന് പറയുന്നു, ഗോൾഡൻ ബോൾ എന്ന് പറയുന്നു, അങ്ങനെ ഒത്തിരി പറയുന്നു. എന്നാൽ അതിന്റെ പ്രധാനമായ 7 പുരസ്കാരങ്ങളെ പറ്റിയാണ് നാം ഇന്ന് പറയുന്നത്. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കിക്ക് ഓഫ് 2026 വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ വിജയിക്കുന്ന ടീമിന് ട്രോഫി ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതിനു പുറമെ മികച്ച കളിക്കാർക്കും ടീമുകൾക്കുമായി നിരവധി വ്യക്തിഗത പുരസ്കാരങ്ങളും ഫിഫ നൽകുന്നുണ്ട്. അവയിൽ പ്രധാനമായ 7 എണ്ണത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനമായ 8 വരികയാണ് ഫിഫ ലോകകപ്പ് ട്രോഫി. 1930 മുതൽ 1970 വരെ ഫിഫ ലോകകപ്പ് നല്ല അറിയപ്പെട്ടത് ജൂൾസ് റിമെ എന്ന് പറയുന്ന കപ്പായിരുന്നു. അത് ആദ്യകാലത്ത് വിക്ടറി എന്നായിരുന്നു ലോകകപ്പിന് പേരിടാനിരുന്നത്. അങ്ങനെ പേരിടാനിരിക്കുമ്പോഴാണ് അന്നത്തെ ഫിഫയുടെ പ്രസിഡന്റായ ജൂൾ റിമെ അദ്ദേഹത്തിൻ്റെയോടുള്ള ബഹുമാനാർത്ഥം പേരിട്ടു ഫിഫ എന്നല്ല, ജൂൾ റിമെ എന്ന്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ബ്രസീൽ സ്വന്തമായിട്ട് ആ കപ്പ് കൊടുത്തു. അതായത് 3 മത്സരങ്ങൾ 3 ലോകകപ്പ് ജയിച്ചതുകൊണ്ട് അവർക്കത് സ്വന്തമാക്കാനായി. പിന്നീട് വന്ന 1974 മുതൽ വന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഫിഫ കപ്പ്. അതായത് ലോക ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണിത്. 1970 പെലെയുടെ നേതൃത്വത്തിലാണ് ബ്രസീൽ 3ാം തവണ ലോകകപ്പ് നേടിയതോടെ അന്നത്തെ നിയമപ്രകാരം ജൂൾസ് റിമെ ട്രോഫി ബ്രസീലിന് സ്ഥിരമാക്കി കൊടുത്തു. അതിന്റെ ചരിത്രങ്ങൾ വേറെയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. 1974 മുതൽ ഉപയോഗിക്കുന്ന ഫിഫ ട്രോഫിയാണ് ഇന്നും ടീമിന് നൽകുന്നത്. വിജയിക്കുന്ന രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ നാം കാണുന്ന പത്രങ്ങളുടെയും മീഡിയകളിലൂടെയും കാണുന്ന സ്വർണ്ണ ട്രോഫി കൊടുക്കുമോ? തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാറില്ല. ഈ മത്സരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മത്സരം വിജയിച്ച സമയത്ത് അവർക്ക് നൽകുന്നേ ഉള്ളൂ. പിന്നെ അവർ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നത്, അവരുടെ രാജ്യത്ത് കൊണ്ടുപോകുന്നത് അതിന്റെ ഒരു കോപ്പിയാണ്, ഒരു ഔദ്യോഗിക പകർപ്പാണ്. ഈ ട്രോഫിയെ പറ്റി വിശദമായി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അടുത്തത് ഗോൾഡൻ ബോൾ. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2ാം സ്ഥാനക്കാരന് സിൽവർ ബോളും 3ാം സ്ഥാനക്കാരന് ബ്രോൺസ് ബോളും ലഭിക്കും. 2 തവണ ഗോൾഡൻ ബോൾ നേടിയ ഏകതാരം ആരെന്നറിയാവോ? നമ്മളുടെ ഹീറോ ലയണൽ മെസ്സി. 2014 2022 അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത്. 3ാമത്തത് ഗോൾഡൻ ബൂട്ട്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനാണ് ഈ പുരസ്കാരം. ഗോൾ എണ്ണം തുല്യമായാൽ അസിസ്റ്റുകളും കളിച്ച സമയവും പരിഗണിച്ചാണ് വിജയം തീരുമാനിക്കുന്നത്. അതായത് ഒരു 4 ഗോൾ ഒരാൾ അടിച്ചു, മറ്റേയാളും ഗോൾ അടിച്ചു, ഇങ്ങനെ ഒരു 3 പേര് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പേരെയും പ്രത്യേകമായി നോക്കി, അവർ അസിസ്റ്റുകൾ നോക്കി, അവർ കളിച്ച സമയം നോക്കി, അല്ലെങ്കിൽ ഒരു ഷൂട്ട് ഔട്ടിലൂടെ അവര് തീരുമാനിക്കും. 4ാമത്തേലായിട്ട് വരിക ഗോൾഡൻ ഗ്ലൗ. ഗോൾഡൻ ഗ്ലൗ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലൗസ്. ഇപ്പൊ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആരോട് ബന്ധപ്പെടുന്നതാണ്. ഗ്ലൗസ് ഉള്ള 22 പേരിൽ 2 പേരേ ഉള്ളൂ അല്ലേ? അവരാരാണ്? ഗോൾ കീപ്പർമാര്. അപ്പൊ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സിന് കൊടുക്കുന്ന ബഹുമതിയാണ് ഗോൾഡൻ ഗ്ലൗ. നെക്സ്റ്റ് ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ്. ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരത്തിനാണ് ഈ പുരസ്കാരം. 2006 ലോകകപ്പ് മുതലാണ് ഇത് നൽകി വരുന്നത്. 6 ഫെയർ പ്ലേ ട്രോഫി. അതെന്താണ് അങ്ങനെ ഒരു ട്രോഫി? അതാണ് അച്ചടക്കത്തിന് കൊടുക്കുന്നത്, കായിക മര്യാദ കൊടുക്കുന്നത്. ചവിട്ടുകയും കുത്തിയേയും തലകൊണ്ട് ഇടിക്കുകയും ചെയ്യുന്നവർക്കല്ല, ഏറ്റവും അച്ചടക്കത്തോടെയും കായിക മര്യാദയോടും കളിച്ച ടീമിനാണ് ഫെയർ പ്ലേ ട്രോഫി കൊടുക്കുന്നത്.
ഏഴാമത്തത് ഡ്രീം ടീം അല്ലെങ്കിൽ ഓൾ സ്റ്റാർ ടീം. ടൂർണമെന്റിലെ മികച്ച 11 താരങ്ങളെ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക ബഹുമതിയാണ് ഡ്രീം ടീം അല്ലെങ്കിൽ ഓൾ സ്റ്റാർ ടീം. ലോകകപ്പ് വിശേഷങ്ങൾ തുടരുകയാണ്. ലോകകപ്പിനെ കുറിച്ചുള്ള കൂടുതൽ രസകരമായ വീഡിയോകളുമായി വീണ്ടും കാണാം. വേൾഡ് കപ്പ് എത്ര കിലോ സ്വർണം വരും, എത്ര വില വരും എന്നെല്ലാം അടുത്ത വീഡിയോകളിൽ കാണാം. ഏവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നമസ്കാരം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.